ഇപ്പം ഞങ്ങളുടെ ഇടയിലും പുതുപ്പള്ളിയിലും അല്ല എല്ലായിടത്തും ഒരു ചർച്ചാ വിഷയം എന്താണെന്നറിയോ? അറിയാലോ എനിക്കറിയാം. അതെന്നാ അത് ചെയ്യാത്ത, കല്യാണം കഴിക്കാത്ത തന്നെ? അത് സമയം വായിക്കും. ഇനിയോ? ഇനി എപ്പോഴാ? ആരാ സമയം തീരുമാനിച്ചു? 42 അതില് കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇപ്പം പുതുപ്പള്ളിക്കാർക്കും മറ്റു നാട്ടുകാർക്കും ചാണ്ടി സാറിന്റെ, ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ എന്താ കല്യാണം കഴിക്കാത്തെന്നൊരു ടെൻഷൻ. നടക്കുമെന്ന് പറഞ്ഞല്ലോ. നടക്കുമല്ലോ. ഈ കൊല്ലം ഉണ്ടോ? അടുത്ത കൊല്ലം ഉണ്ടോ? ഏതായാലും ഒരു കൊല്ലമെങ്കിലും പറഞ്ഞേ. ഞങ്ങളുടെയൊക്കെ നല്ല മനസ്സ് നിറഞ്ഞ ഒരു ആഗ്രഹമല്ലേ, അതങ്ങ് ഞങ്ങൾക്കൊന്ന് ഓക്കെ ഇന്ന കൊല്ലം ഉണ്ടായിരിക്കും, അത്ര പറഞ്ഞാൽ മതി. ഞങ്ങൾ സമാധാനം. ഉറപ്പല്ലേ? മെയിൻ ഉദ്ദേശം അതാണല്ലോ. ഷോയുടെ നടുക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. അവർക്കൊക്കെ സന്തോഷമാണ്. ഈ കൊല്ലം സാധ്യതയുണ്ട്. ഈ കൊല്ലം ഉറപ്പിക്കട്ടെ? സാധ്യതയുണ്ട്. എല്ലാ വർഷവും ഈ കൊല്ലമുണ്ട്. ഞാൻ എല്ലാ വർഷവും ചോദിച്ചില്ല, ഞാൻ എടുത്തു ചോദിച്ചു ഈ കൊല്ലമാണോ ആ സാധ്യത ഉണ്ടെന്ന്. ഈ കൊല്ലം ഞാൻ പറഞ്ഞു. ഇനി ഉഴപ്പരുത്. കാര്യം അതൊക്കെ അമ്മയ്ക്കാന്നേലും കൂടപ്പുറപ്പുകളൊക്കെ ആന്നേലും ആകളെയും മകനും ഒക്കെ ഒന്നൊരു കുടുംബമായി കാണാനൊക്കെ ആഗ്രഹമല്ലേ? നല്ല തലയാട്ടല, അത് മനസ്സിലായി എനിക്ക്. ഓക്കെ, ഇനി ഫ്യൂച്ചർ എന്താണ് ആഗ്രഹം? ഫ്യൂച്ചർ ഞാൻ പറഞ്ഞ പോലെ പുതുപ്പള്ളിയുടെ കുറെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ഏതെങ്കിലും ഒരു ഐക്കോണിക് ആയിട്ട് എന്തെങ്കിലും സാധനം പുതുപ്പള്ളി ഡെവലപ്പ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിപ്പം സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഇതാണെങ്കിലും ശരി, എന്തെങ്കിലും അവിടെ ഒരു ആൾക്കാർ വരത്തക്ക രീതിയിലൊരു സംഭവം. ഓക്കെ, ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി ആവണം എന്ന് ചോദിച്ചാൽ? ഒരാളായതിന്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. എന്നാൽ ആഗ്രഹമില്ലേ? അല്ല, ഇതിനകത്ത് പാർട്ടിയിൽ പ്രവർത്തിക്കുക, വർക്ക് ചെയ്യുക എന്നുള്ളത് എന്റെ എന്നും അത് മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് പാർട്ടി എന്നെ സംബന്ധിച്ച് എല്ലാമാണ്. അപ്പൊ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതിപ്പോ ഞാൻ കുറച്ച് ദിവസം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയി പ്രവർത്തിക്കുന്നു. അപ്പം അത് എന്തെങ്കിലും ആവണമെന്ന് വിചാരിച്ചിട്ടില്ല. എനിക്കൊന്നും കോൺഗ്രസ് പാർട്ടി എന്റെ ചെറുപ്പം മുതൽ ഇഷ്ടമുള്ളതാണ്. അങ്ങനെ പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ ഞാനിപ്പോ MLA ആവണമെന്ന് ആഗ്രഹിക്കാത്ത ആളാണ്. ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ വന്നുകൊണ്ട് മാത്രമാണ് MLA ആള്. പോസ്റ്റൊക്കെ പിന്നെയുള്ള കാര്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്ത് പോസിറ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ. അപ്പൊ സാറിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ സപ്പോസ് മുഖ്യമന്ത്രി ആവാൻ ഒന്നിന്റെ ക്ഷീണം തീർന്നില്ല എന്ന് പറഞ്ഞു. സപ്പോസ് ഇപ്പൊ ഇതൊരു അടുക്കള ആയതുകൊണ്ട് ചോദിക്കാം, ഒരു വലിയ എന്താ പറയാ വലിയ ചോദ്യമൊന്നുമല്ല, പക്ഷെ ഒരു മുഖ്യമന്ത്രിയായിട്ട് ഒരാള് വീട്ടിൽ വന്നാൽ പെട്ടെന്ന് നമ്മുടെ അടുക്കളയിൽ ഒരു ഭയങ്കര വിഭവ സമൃദ്ധമായി കൊടുക്കുവോ, അതോ ഒരു ഭക്ഷണം പ്രിഫർ ചെയ്താൽ ഫസ്റ്റ് ഏത് പ്രിഫർ ചെയ്യും? അല്ല, ഒരു മുഖ്യമന്ത്രി വീട്ടിൽ വന്നാൽ എന്റെ അപ്പന് കൊടുത്ത് തന്നെ കൊടുക്കും. അതന്നെ ഞങ്ങളെ എന്തോന്നാ ശരിക്കും അത് ഞങ്ങളുടെ വീട്ടിലെ സ്റ്റേപ്പിൾ ഫുഡ് കഞ്ഞിപേർ. അപ്പൊ ദിവസവും കഴിച്ചുകൊണ്ട് കഞ്ഞിപേർ. നമ്മുടെ സഖാവ് സർ വരുവാന്നെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമനുസരിച്ച് നമ്മൾ കൊടുക്കും. പക്ഷെ മുഖ്യമന്ത്രി ഇപ്പൊ വരുമെന്ന് പറഞ്ഞാൽ പാൽപ്പായസം ഉണ്ടാക്കാൻ പറയും. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരാളല്ലേ, അങ്ങനെ അദ്ദേഹം വന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ പാൽപ്പായസം പറയും.